ചിരകാലാഭിലാഷമായ ആകാശയാത്ര യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് തിരുവനന്തപുരത്തെ ഒരു കൂട്ടം ഭിന്നശേഷി വിദ്യാർത്ഥികൾ. പൂജപ്പുര ചിന്നമ്മ മെമ്മോറിയൽ സ്കൂളിലെ 20 കുട്ടികളും അവരുടെ അമ്മമാരും അധ്യാപകരുമാണ് ആദ്യ വിമാനയാത്രയുടെ ആഹ്ലാദം പങ്കിട്ടത്. ടെക്നോ പാർക്കിലെ H&R ബ്ലോക്ക് കമ്പനി അധികൃതരാണ് ഡ്രീം ഫ്ലൈറ്റ് എന്ന പേരിൽ സ്വപ്നയാത്ര കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചത്. ആ വിശേഷങ്ങൾ കാണാം. അങ്ങനെ ജീവിതത്തിലാദ്യമായി അവർ വിമാനച്ചിറകിലേറി ആകാശത്തിനു മുകളിൽ പറന്നു. കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കായിരുന്നു വിമാനയാത്ര. യാത്രയ്ക്കിടയിൽ കുട്ടികളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള എയർ ഹോസ്റ്റസിന്റെ അനൗൺസ്മെന്റ്, പിന്നാലെ ആഹ്ലാദച്ചിരികൾ, കയ്യടികൾ. അടിപൊളിയായിരുന്നു. ആദ്യമായിട്ടായിരുന്നു ഞാൻ ഫ്ലൈറ്റ് കയറുന്നത്. നമ്മൾ CMC പൂജപ്പുരയിലെ കുട്ടികളാണ്, ഡിസബിലിറ്റിയാണ്. കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഫ്ലൈറ്റിൽ കയറണമെന്ന്. ബട്ട് വന്ദേ ഭാരതിലും മെട്രോയിലും ഒരുമിച്ച് കയറി. വളരെ സന്തോഷമായിരുന്നു. H&R ബ്ലോക്കിന് വളരെ നന്ദിയുണ്ട്. നമ്മൾ കൂടെ നന്നായിട്ട് എൻജോയ് ചെയ്തു എല്ലാ സ്ഥലങ്ങളിലും. CSR ഫണ്ടിൽ നിന്നും സ്കൂളിൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നതിനിടെയാണ് ഭിന്നശേഷിക്കാരിയായ ഒരു കുട്ടി വിമാനത്തിൽ കയറണം എന്ന ആഗ്രഹം H&R ബ്ലോക്ക് കമ്പനി അധികൃതരോട് പറഞ്ഞത്. ഒട്ടും ആലോചിക്കാതെ കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് അവർ ചിറകൊരുക്കി. ഹാപ്പിനെസ്സും സ്മൈൽ ടുവേർഡ്സ് ദ നീഡി എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇതിൽ ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള കുട്ടികൾക്കും അവരുടെ പാരന്റ്സിനും പോകാൻ പറ്റി, അതിൽ വളരെ സന്തോഷമുണ്ട്. കുട്ടികൾക്കാകട്ടെ വിമാനയാത്ര ജീവിതത്തിലെ അപൂർവ സമ്മാനമായി മാറി. അവർക്കൊരു വേറിട്ട അനുഭവമാണ്. അതായത് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഫ്ലൈറ്റിൽ കയറണം എന്നുള്ളത്. ഒരുപാട് വർഷങ്ങളായിട്ട് അവരിത് പറയാറുമുണ്ട്. ഒരുപാട് ഇംഗ്ലീഷ് അല്ലാതെ കഥകളൊക്കെ കേൾക്കുമ്പോഴും അവർ പറയും, വീഡിയോസ് കാണുമ്പോഴും അവർ പറയും, ഞങ്ങൾ ഇതുവരെ ഒരു ഫ്ലൈറ്റില് കയറിയിട്ടില്ല. കയറിയിട്ടുള്ള കുട്ടികൾ കുറച്ചു പേരുണ്ട്, എന്നാലും അല്ലാത്ത കുട്ടികൾക്കും ഇതൊരു വേറിട്ട അനുഭവമാണ്. വിമാനത്താവളത്തിൽ കുട്ടികളെ സ്വീകരിക്കാൻ H&R ബ്ലോക്ക് കമ്പനി അധികൃതരുമെത്തി. മുഴുവൻ കുട്ടികൾക്കും ചോക്ലേറ്റുകളും വിതരണം ചെയ്തു. പാഴ്ക്കിനാവായി മാറിയേക്കാവുന്ന സ്വപ്നങ്ങൾക്ക് ചിറക് വെച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു കുട്ടികൾ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.